ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മുടെ ടുഡേയ്സ് ടോപ്പിക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും അതിലെ ഷെഡ്യൂളുകളും ഡിസ്കസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു കണ്ടീഷനല്ല, ഫിസിക്കലി നോട്ട് ഫിറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊരു വീഡിയോ, എന്നാലും നിങ്ങൾക്ക് എന്താണ് ഓരോന്നായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് പോകാം അല്ലേ. ഇതിൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതിൽ ഫസ്റ്റ് ക്യാപിറ്റൽ ആണ് ഷെഡ്യൂൾ 1 അല്ലേ. ദെൻ എല്ലാവർക്കും അറിയാം. ദെൻ അടുത്തത് എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 2, ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ 3, ബോറോയിങ്സ് ഷെഡ്യൂൾ 4, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ 5. അങ്ങനെ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ ടോട്ടൽ അസറ്റ്സ് ആണ് അടുത്തത്. അസറ്റ്സ് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇൻവെസ്റ്റ്മെന്റ്, അഡ്വാൻസസ്, ഫിക്സഡ് അസറ്റ്, അതർ അസറ്റ്. ലാസ്റ്റ് അതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്തതിന് ഏറ്റവും അവസാനമാണ് കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് ഷെഡ്യൂൾ നമ്പർ 12 നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഷെഡ്യൂളും എന്തൊക്കെ വരുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം, അത്രേ ഉള്ളൂ. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അതെന്താ നിങ്ങൾക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ ഷെഡ്യൂൾ 1 നോക്കുക, ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിങ്ങനെയൊക്കെ കേൾക്കുക എന്തൊക്കെയാ ഇപ്പോൾ ഒരു 3-4-5 ഐറ്റം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ബാങ്കിന്റെ ക്യാപിറ്റൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും, അതാണ്ട് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ഇതിൽ ഫോർമാറ്റ് എഴുതുമ്പോൾ അതിൻ്റെ ആ മട്ടം പോലെ തന്നെ നമ്മൾ എഴുതണമല്ലോ, അതുകൊണ്ടാണ്. അതിൽ ഫോർ നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ ക്യാപിറ്റൽ ആണ്. നാഷണലൈസ്ഡ് ബാങ്കിന്റെ ക്യാപിറ്റൽ മൊത്തം ഗവൺമെന്റ് ഓൺഡ് ആയിരിക്കും, ഗവൺമെന്റിന്റെ അധീനതയിലായിരിക്കും. ഓക്കെ. ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ. ഓക്കെ, ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കണ്ട. ദെൻ അതർ ബാങ്ക്സ്, ഫോർ അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിലുള്ള ബാങ്കാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെങ്കിൽ അത് എഴുതുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണെങ്കിൽ അത് എഴുതുക. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ് അടുത്തത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ തന്നെ കോൾസ് അൺപെയ്ഡ്, കോൾസിന് അരിയർ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതുപോലെ ഫോർഫീറ്റഡ് ഷെയർസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, അത്രയാണ്. പിന്നെ അടുത്ത ഷെഡ്യൂൾ നമ്പർ എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് റിസർവ് ഉണ്ട്. 1 സ്റ്റാറ്റ്യൂട്ടറി, 2 ക്യാപിറ്റൽ, 3 ഷെയർ പ്രീമിയം, 4 റവന്യൂ ആൻഡ് അതർ റിസർവ്, 5 ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിലൊക്കെ എന്തുണ്ടാവും? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, അഡീഷൻസ് ഡ്യൂറിംഗ് ദി ഇയർ ഉണ്ടാവും, ഡിഡക്ഷൻസ് ഡ്യൂറിംഗ് ദി ഇയർ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതിയാൽ മതി. അതായത് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, അതിന്റെ കൂടെ ഈ വർഷം പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിരിക്കണമെങ്കിൽ അത് ആഡ് ചെയ്ത് എഴുതുക, അതിൽ നിന്നും എന്തെങ്കിലും ഡിഡക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് എഴുതുക, ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 5 റിസർവ് ആണുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം, റവന്യൂ ആൻഡ് അതർ റിസർവ്, ബാലൻസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ ഷെഡ്യൂൾ കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂള് ഡെപ്പോസിറ്റ്സ് ആണ്. അതിൽ തന്നെ 1 ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ് ഫ്രം അതേഴ്സ്, അതായത് ബാങ്കിന്റെ ഡെപ്പോസിറ്റും അതുപോലെ പേഴ്സൺസിൽ നിന്നും വാങ്ങിയ ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അടുത്തത് സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റും 3-4 തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ടേം ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ് ഫ്രം അതേഴ്സ്. പിന്നെ ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബ്രാഞ്ചസിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ്. അടുത്ത ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. അടുത്തത് ബോറോയിങ്സ്. ബോറോയിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നും ബോറോ ചെയ്തത്, അത് റിസർവ് ബാങ്കിൽ നിന്നാവാം, അതർ ബാങ്ക്സിൽ നിന്നാവാം, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസിയിൽ നിന്നും ആവാം. അടുത്തത് ബോറോയിങ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തു നിന്നും ബോറോ ചെയ്തത്. അടുത്ത ഷെഡ്യൂളാണ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അതിൽ ബിൽസ് പേയബിൾ, ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, അതേഴ്സ്. ബിൽസ് പേയബിൾ, ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്. ആ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ല, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും കേട്ടോ.
അടുത്തത് ഇൻട്രസ്റ്റ് അക്രൂഡ് അതേഴ്സ്. പിന്നെ അടുത്തതാണ് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. ക്യാഷ് ഇൻ ഹാൻഡ്, ദെൻ ബാലൻസ് വിത്ത് RBI, കയ്യിലുള്ള ക്യാഷ്, പിന്നെ RBIയിൽ നമ്മൾ വെച്ചിട്ടുള്ള ക്യാഷ്, അത് ഇൻ കറണ്ട് അക്കൗണ്ട് ആയിട്ടാവാം, ഇൻ അതേഴ്സ് ആയിട്ടായിരുന്നു. അതിന്റെ ടോട്ടൽ കഴിഞ്ഞു. ദെൻ അടുത്തത് ഷെഡ്യൂൾ നമ്പർ 7 എന്താണ്? ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഓക്കെ, അപ്പോൾ ബാലൻസ് വിത്ത് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബാങ്കിലുള്ള ബാലൻസ് ആണ്. ഇൻ കറണ്ട് അക്കൗണ്ട് ആയിട്ടായിരിക്കാം, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയിട്ടായിരിക്കാം. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. വിത്ത് ബാങ്ക്സും വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷനും. ഓക്കെ, അടുത്ത ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ കറണ്ട് അക്കൗണ്ട്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻ കറണ്ട് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റഡ് ആയതാവാം, അല്ലെങ്കിൽ അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റി ആവാം, ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, സബ്സിഡിയറീസ് ഓർ ജോയിന്റ് വെഞ്ചേഴ്സ് ആവാം, അതേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അടുത്തത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും തന്നെ ഇന്ത്യക്ക് പുറത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, സബ്സിഡിയറീസ് ഓർ ജോയിന്റ് വെഞ്ചേഴ്സ്, അതർ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ വേണേ ലാസ്റ്റ്. അടുത്തത് അഡ്വാൻസസില് ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്. അല്ലെ, നമുക്കറിയാം ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് ക്യാഷ് ഇട്ടും ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞു. പിന്നെ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ്, ടേം ലോൺസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അഡ്വാൻസസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ അടുത്തത് ബി സെക്യൂർഡ് ബൈ അഡ്വാൻസ് കൊടുക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട്, ടാഞ്ചിബിൾ അസറ്റ് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഗോൾഡ് വെച്ചുകൊണ്ട് നമ്മൾ ക്യാഷ് എടുക്കില്ല. അതേപോലെ സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്, കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെന്റ് ഗ്യാരണ്ടി, ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കുന്ന ലോണ്, അതുപോലെ അൺസെക്യൂർഡ് സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുന്നത്. പിന്നെ അഡ്വാൻസസ് ഇൻ ഇന്ത്യക്കകത്ത് നമ്മൾ ലോണ്, പല രീതിയിലുള്ള ലോണുകൾ കൊടുക്കാറുണ്ട് ബാങ്കിലെ. അതായത് പ്രയോറിറ്റി സെക്ടർ എന്ന് പറഞ്ഞപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കലില്ലേ, അതന്നെ പ്രയോറിറ്റി സെക്ടേഴ്സ്. പബ്ലിക് സെക്ടറിന് ലോൺ കൊടുക്കുക, ബാങ്കിന് ലോൺ കൊടുക്കുക, അതേഴ്സിന്. അടുത്തത് അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യക്ക് പുറത്ത്, അല്ലെ, ഡ്യൂ ഫ്രം ബാങ്ക്സ്, ഡ്യൂ ഫ്രം അതേഴ്സ്, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിൻഡിക്കേറ്റഡ് ലോൺസ്, അതേഴ്സ്. അപ്പോൾ പുറത്ത് കൊടുക്കുന്ന അഡ്വാൻസസ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്തത് ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമുക്കറിയാം ബാങ്കിന്റെ ഫിക്സഡ് അസറ്റ്, പ്രീമിസസ്, ആ പ്രീമിസസിൽ തന്നെ ഓപ്പണിംഗ് ഉണ്ടാവും, അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ ഉണ്ടാവും, ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദി ഇയർ ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം, അല്ലെ. അടുത്തത് അതർ ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡിംഗ് ഫർണിച്ചർ, ഫിക്ചേഴ്സ് എക്സെട്ര, അതും ഇതേപോലെ അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ, ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദി ഇയർ, ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്ത ഷെഡ്യൂൾ നമ്പർ 11 എന്താണ്? അതർ അസറ്റ് ആണ്. ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്. ആ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അതൊക്കെ സെപ്പറേറ്റ് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, അതുപോലെ നോൺ ബാങ്കിങ് അസറ്റ് അക്വേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിം. നോൺ ബാങ്കിങ് അസറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? ലോണ് കൊടുക്കുമ്പോൾ സെക്യൂരിറ്റിമേ കൊടുക്കും, എന്നിട്ട് അത് അടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ അസറ്റ് ബാങ്കിന്റെ പൊസഷനിലാക്കും, അല്ലെ. അതിനെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ അതർ അസറ്റിലാണ് ഉൾപ്പെടുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് കണ്ടിജന്റ് ലയബിലിറ്റീസ്. അത് എന്താണ്? നമുക്കറിയാത്ത അൺനോൺ ലയബിലിറ്റീസ് ആണ്, അല്ലെ. മുൻകൂട്ടി ഇത്രയുണ്ട് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത ലയബിലിറ്റീസ് ആണ് കണ്ടിജന്റ് ലയബിലിറ്റീസ്. ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദി ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, അല്ലെ. അതായത് ഡെപ്റ്റ് ആയിട്ട് നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റാത്ത ക്ലെയിംസ് ബാങ്കിനെതിരെ ഉണ്ടെങ്കിൽ അത്. ലയബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, അതായത്
ഫുള്ളി പെയ്ഡ് അല്ലാതെ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ് മേലുണ്ടാവുന്ന ലാബിലിറ്റി, ലാബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് എക്സെട്ര. അതൊക്കെ എന്താണെന്നറിയോ, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ എക്സ്ചേഞ്ച് കോൺട്രാക്ട് ആണ്. മുൻകൂട്ടി പണം നമ്മൾ എന്ത് ചെയ്യും, ഇത്ര രൂപക്ക് വാങ്ങാം അല്ലെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് നമുക്കതിന് പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ലാബിലിറ്റിയാണ്. ഓക്കെ. ഗ്യാരണ്ടീസ് ഗിവൺ ഓൺ ബിഹാഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തും അതുപോലെ ഇന്ത്യക്ക് അകത്തും എന്ത് ചെയ്യാണ്, നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ അത് കൊടുക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ അതും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തതാണ്. ആക്സെപ്റ്റൻസസ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻസ്, അതും നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ് ഒക്കെ ബില്ലുമായി ബന്ധപ്പെട്ടാണ്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതന്നെ. അതർ ഐറ്റംസ് ഫോർ വിച്ച് ദി ബാങ്ക് ഈസ് കണ്ടിജന്റലി ലേബിൾ. നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടും. ഓക്കെ. ദീസ് ആർ ദി മെയിൻ ഷെഡ്യൂൾസ്. ഞാൻ ഷെഡ്യൂളിലൂടെ ചുമ്മാ ഒന്ന് പോയിട്ടേ ഉള്ളൂ, അതിലത്ര മതി. അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പോവണ്ട. കാരണം ഇനി നിങ്ങൾ അതിലത്തെ ആ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പം നമുക്കറിയാം ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ ആദ്യം ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഒന്ന് തന്നെയാണ്. രണ്ടാമത്തത് ഏതാണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. അത് രണ്ടാമത്തെ ഷെഡ്യൂൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിൽ മാറ്റൊന്നും, ഷെഡ്യൂൾ നമ്പറിലും മാറ്റം വരില്ല. അതുപോലെ തന്നെ എന്താണ്, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന വേണം. ഒന്നും കൂടി പറയാം, ആ ഫോർമാറ്റ്, മെയിൻ ഫോർമാറ്റ്, അതായത് ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 1, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 2, ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 3, ബോറോയിങ്സ് ഷെഡ്യൂൾ നമ്പർ 4, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ നമ്പർ 5. അസറ്റ്, ക്യാഷ് ഇൻ ആൻഡ് ബാലൻസ് വിത്ത് ബാങ്ക് അല്ലെങ്കിൽ RBI അല്ലെ, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ഷെഡ്യൂൾ നമ്പർ 6, ബാങ്ക്സ് വിത്ത് balances with banks and money at call and short notice schedule number 7, investment 8, advances 9, fixed asset 10, other asset 11, ലാസ്റ്റ് കണ്ടിജന്റ് ലയബിലിറ്റീസ് 12. ഈ ഫോർമാറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐറ്റംസ് വരുമ്പോൾ ഏതിലാണ് ഇടുക എന്ന് ചെറിയൊരു ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവും. ഇതിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. കണ്ടോ, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അഡ്വാൻസസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ ഷോർട്ട് ലോൺസ്, ബിൽസ് പേയബിൾ, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്, bill for collection being bills receivable, acceptance, endorsement and other obligation. ഇത്രയും കാര്യങ്ങൾ സം സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആ ഐറ്റംസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചെറിയ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഓക്കെ. ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഒരു സംഭവം, 2 സംഭവം കൂടി പഠിക്കാനുണ്ട്. അതാണ് ഒന്ന് ബിൽസ്, അതായത് നമ്മുടെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പഠിക്കാനുണ്ട്. അതും നമുക്ക് ഫൈനൽ അക്കൗണ്ടിൽ ആവശ്യമാണ്. അതോടൊപ്പം 4 മാർക്കിന് അത് ചോദിക്കുകയും ചെയ്യും. അതിൽ നിന്നൊരു ചെറിയ പ്രോബ്ലം. അതുപോലെ പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റിന് വെക്കുന്ന പ്രൊവിഷന്, അത് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും വേണം. പക്ഷേ 4 മാർക്കിന് വേറെയും ചോദിക്കാം. അതിൽ നിന്ന് ചെറിയ പ്രോബ്ലംസ് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കിയതിന് ശേഷം ആ സ്പെഷ്യൽ ഐറ്റംസ് നാളെയും മറ്റന്നാളുമായിട്ട് ആ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. അതിന്റെ PDF-ഉം തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ ബാലൻസ് ഷീറ്റ് മാത്രം, അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്തില്ലേ, അതേപോലെ ഒരു ബാലൻസ് ഷീറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഓക്കെ. ബാലൻസ് ഷീറ്റ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ 2 സംഭവങ്ങളുണ്ടല്ലോ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡും പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ. അസറ്റിന്മേൽ പ്രൊവിഷൻ വെക്കുന്നത്, അതും ആ 2 ചിലപ്പോൾ 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്ത് അതിലൊരു കുറച്ച് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. താങ്ക് യു ഡിയേഴ്സ്. ഇങ്ങനെ എടുത്തതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇത് ഈ ഷെഡ്യൂളൊന്നും ഇങ്ങനെ അല്ലാതെ എടുക്കാനും പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോക്ക് മുന്നിൽ വരാൻ പറ്റിയൊരു കണ്ടീഷനിലല്ല, അതുകൊണ്ടും കൂടിയാണ്. ഓക്കെ.